മുആശറാത്ത്, അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. മുആശറാത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയാണ് മുആശറാത്ത് എന്ന് പറയുക. ആ മുആശറാത്ത് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നാളെ ആഖിറത്തില് 3 കോടതിയാണ്. അതിൽ ഒരു കോടതി ഈമാന്റെ കോടതിയാണ്, രണ്ടാമത്തത് ഇബാദത്തിന്റെ കോടതിയാണ്, മൂന്നാമത്തെ കോടതി മുആശറാത്തിന്റെ കോടതിയാണ്. അള്ളാഹുവോടുള്ള ബന്ധത്തിൻ്റെതല്ല, അത് അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളോടുള്ള ബന്ധത്തിൻ്റെതാണ്. അവിടെയാണ് ഒരു പൂച്ചയെ കിട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് നരകത്തിലേക്ക് പോകുന്നതും, അവിടെയാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുന്നതും, മോശപ്പെട്ട ഒരു പെണ്ണിന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുന്നതും അവിടെയാണ്. ഇത് എവിടെയെങ്കിലും കിടക്കുന്ന ഹദീസല്ല, ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ഖുർആൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സഹീഹ് ബുഖാരിയിലെ ഹദീസാണ് ഞാൻ ഈ പറയുന്ന ഹദീസ്. അത് സാമൂഹിക വ്യവസ്ഥിതിയിൽ നമ്മുടെ ശാന്തി നമ്മൾ കൊണ്ടുവരണം. അപ്പൊ എന്ത് വേണം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സാമൂഹ്യ അന്തരീക്ഷം അതെന്താണെന്ന് നമ്മൾ പഠിക്കണം.